കലാകാരന്മാരുടെ കലാസൃഷ്ടികൾക്ക് അബുദാബിയിൽ പ്രദർശനവും വിപണനവും നടത്തുന്നതിനു വേണ്ടി സാംസ്കാരിക സഹകരണം ഒരുക്കി അബുദാബിയും കേരളവും. കേരള ലളിതകലാ അക്കാദമിയും റിസ്ക് ആൻഡ് ഇനിഷ്യേറ്റീവും കൊച്ചിയിൽ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. കേരളത്തിലെ കലാകാരന്മാർക്ക് അന്താരാഷ്ട്ര തലത്തിൽ സാധ്യതകൾ കണ്ടെത്തുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്ന് കലാസംരംഭകയും പ്രമുഖ വ്യവസായിയുമായ MA യൂസഫലിയുടെ പുത്രിയുമായ ഷഫീന യൂസഫലി പറഞ്ഞു. കലാപരമായും സാംസ്കാരികപരമായും കേരളവും അറബ് രാജ്യങ്ങളും തമ്മിൽ വളരെയേറെ സാമ്യമുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് സാംസ്കാരിക സഹകരണ സംരംഭവുമായി റിസ്ക് ആർട്ട് ഇനിഷ്യേറ്റീവ് മുന്നിട്ടിറങ്ങുന്നത്. ലളിതകലാ അക്കാദമിക്ക് കീഴിലുള്ള കലാകാരന്മാരുടെ സൃഷ്ടികൾക്ക് ലോകമെങ്ങും സാധ്യതകൾ കണ്ടെത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കുറേ ആർട്ട് വാങ്ങിക്കണമായിരുന്നു ടു ഡെക്കറേറ്റ് ദ വാൾസ് ആൻഡ് ടു മേക്ക് ഇറ്റ് ലുക്ക് ബ്യൂട്ടിഫുൾ. ആൻഡ് അതിനെപ്പറ്റി പഠിച്ച് വാങ്ങിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. സോ ഐ വെന്റ് ആൻഡ് ഡിഡ് എ മാസ്റ്റേഴ്സ് ഇൻ ആർട്ട് ഹിസ്റ്ററി ആൻഡ് വിഷ്വൽ കൾച്ചർ. അതിലായിരുന്നു എൻ്റെ തീസിസ്. രാജാ രവിവർമ്മ ആൻഡ് ഹിസ് ഇൻഫ്ലുവൻസ് ഓൺ കണ്ടംപററി ഇന്ത്യൻ ആർട്ടായിരുന്നു എൻ്റെ ടോപ്പിക്. അതിലാണ് എനിക്ക് മനസ്സിലായത് ദാറ്റ് ഹൗ ടാലൻറ്റഡ് ആൻഡ് എക്സ്ട്രീംലി rich art traditions and art and artisans are, and how much support that they need. കലയുടെ സമസ്ത മേഖലകളിലും കൈകോർത്താണ് റിസ്ക്കും അക്കാദമിയും സഹകരിച്ച് പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുള്ളതെന്ന് ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചിരോത്ത് പറഞ്ഞു. ഇവിടുത്തെ ആർട്ടിസ്റ്റുകൾക്ക് ഇപ്പോൾ റായായിട്ട് ഇനീഷ്യേറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് അക്കാഡമിക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുന്നില്ല അത് ഇത്തരത്തിലുള്ള അസോസിയേഷനിലൂടെ ഇനിയുള്ള കാലത്ത് നമ്മൾ നമ്മുടെ ആർട്ടിസ്റ്റുകൾക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിൽ, ഒരു കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിൽ നമ്മൾക്ക് കുറേ കൂടിയും ഡെവലപ്പ് ചെയ്യാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ വർഷം തന്നെ കേരളത്തിൽ നിന്നുള്ള 10ഓളം കലാകാരന്മാരുടെ കലാസൃഷ്ടികൾ അബുദാബിയിൽ പ്രദർശിപ്പിക്കാനുള്ള സൗകര്യമൊരുക്കും. സമാനമായി അബുദാബിയിൽ നിന്നുള്ള കലാകാരന്മാരുടെ സൃഷ്ടികൾക്ക് കേരളത്തിൽ പ്രദർശന സാഹചര്യമൊരുക്കും. വർഷത്തിൽ 4 മാസം വീതം പശ്ചിമേഷ്യയിലെ 4 വീതം കലാകാരന്മാരെ അബുദാബിയിലെ